ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. എന്താന്ന് വെച്ചാൽ ഇന്ന് അടുക്കള വിശേഷങ്ങളും കാര്യങ്ങളൊന്നും അല്ല, ഇന്നൊരു ക്ലീനിങ് ആണ് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതിനുള്ള കുറച്ച് ചെറിയ ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജ് തുടയ്ക്കാനുള്ള ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കില്ലേ ഒരു 2-3 മാസത്തേക്ക് പിന്നെ ഫ്രിഡ്ജ് തുടയ്ക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പൊ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് കുറെ ദിവസമായിട്ട്, അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് തന്നെ കുറെ ദിവസം ക്ലീൻ ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് ഫ്രിഡ്ജ് ഓഫ് ആക്കാം കേട്ടോ. ഓഫ് ആക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. അപ്പൊ ആരും നമ്മുടെ ഫ്രിഡ്ജ് ഒന്നും കണ്ട് ഞെട്ടണ്ട. ഇഷ്ടം പോലെ സാധനങ്ങളില്ലേ ഒക്കെ തിരികെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ അവസ്ഥ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിന്റെ അവസ്ഥ. അത് അത്രയും സാധനങ്ങൾ ഇഷ്ടം പോലെ തിരികെ കയറ്റിയിട്ടുണ്ട്. ചെറിയ പൊതിയിലും അതിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുക്കാം കേട്ടോ. അതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത് തൈരാണ് കേട്ടോ. തൈര് ഒഴിക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ പാൽപാത്രമാണ്. ഇതില് പിന്നെ ഇന്നലത്തെ പുതിന ചമ്മന്തിയാണ് കേട്ടോ. അതുണ്ട്. പിന്നെ ഇതില് പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലുണ്ട് ഇതില് ഡ്രൈ ഫ്രൂട്ട്സ്. ഇതെന്താ സംഭവം? ഉണക്കമുന്തിരിയാണ് കേട്ടോ. ഉണക്കമുന്തിരി. പിന്നെ അതിന് ശേഷം കുറെ സംഭവം ഉണ്ട്. അയ്യോ, ഇത് പഴയ തൈരാണെന്ന് വിചാരിക്കരുത്. പഴയ തൈരാണ്, കളയാനുള്ളതാണ് കേട്ടോ. പിന്നെ കുങ്കുമപ്പൂ ഉണ്ട് കേട്ടോ. അത് അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ, കുങ്കുമപ്പൂവ്. പിന്നെ നമ്മളിത് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കേക്ക്? ഇതിന്റെ കേക്ക് എന്താണ്? ഡ്രീം കേക്ക് കേട്ടോ. അപ്പൊ അതിന്റെ ബോക്സിൽ നമ്മളിതാ ബദാമും കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെതാ ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇന്നലത്തെ ചമ്മന്തിയാണ്. അത് ഇന്നലെ രാത്രി വെച്ചതാണ് കേട്ടോ. അതൊന്നും നമുക്ക് ഇന്ന് കഴിക്കാം. പിന്നെ ഇതാ കുറച്ച് മൈദ പാക്കറ്റ് ഉണ്ട് കേട്ടോ. മൈദ പാക്കറ്റ് പൊട്ടിച്ചാണ് നമ്മള് പഴംപൊരി എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇതാ കായപ്പൊടി ഉണ്ട്, പുട്ടുപൊടി, പിന്നെ ഇതൊരു മഞ്ചുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് പൈനാപ്പിൾ ജാം ആണ് കേട്ടോ. മോളുടെ സ്കൂളിൽ നിന്ന് പിള്ളേര് ഉണ്ടാക്കി പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ പോയപ്പോ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇതെന്താ സംഭവം അറിയില്ല. അത് അലോവേര ജെല്ലാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ അലോവേര ജെല്ല് ഞാൻ ഫ്രിഡ്ജിലാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഡപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. പിന്നെ ഇത് സോഡാപ്പൊടി, പിന്നെ ഇടിയപ്പപ്പൊടി. വേഗം കാണിക്കാട്ടോ. പിന്നെ ഇത് അച്ചാറ്, ടാങ്കിന്റെ പൊടിയുണ്ട്. പിന്നെ ഒരു ബൂസ്റ്റ് ചെറിയൊരു സാഷ ഉണ്ട്. അപ്പൊ മേലത്തെ ഇത് ഫ്രീസറാണ്, പക്ഷെ ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഐസ് കട്ടയുടെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ഫ്രിഡ്ജായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഫ്രിഡ്ജാണ് കേട്ടോ. നമുക്ക് ഫ്രീസറിനെ ഫ്രിഡ്ജ് ആക്കാം അങ്ങനെ. പിന്നെ ഇതില് കുറച്ച് മാവുണ്ട് കേട്ടോ. ചെറുപയർ ദോശയ്ക്ക് അന്ന് ആക്കിയത് കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഇത് കണ്ണമ്മച്ചിട്ടുള്ള ദോശക്കുള്ള മാവാണ് കേട്ടോ. പിന്നെ ഇത് കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഡപ്പിയാണ്. പിന്നെ ഇതൊക്കെ വെച്ച് പപ്പടം. പിന്നെ ഇത് വന്നിട്ട് കരിഞ്ജീരകം ഉണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ് കേട്ടോ. പിന്നെ കുറച്ച് കൽക്കണ്ട്. കൽക്കണ്ട്. പിന്നെ ഇത് നമ്മുടെ മുട്ടയുടെ ട്രേ നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. മുട്ടയുടെ ട്രേ ഇതെല്ലാം നമുക്ക് ഇതുകൂടെ വെക്കാം കേട്ടോ. പിന്നെ ഇതെന്താ പറഞ്ഞ നന്നാരി സർബത്ത്, വിനാഗിരി, പിന്നെ ചായപ്പൊടി. പിന്നെ ഇത് പഴനിന്ന് കൊണ്ടുവന്ന പ്രസാദാണ് കേട്ടോ. ആരും കഴിച്ചിട്ടില്ല കുറെ ദിവസം. അയ്യോ, ഇത് പിന്നെ കുറച്ച് ബദാമാണ്.
പിന്നെ ഇത് മറ്റേ പനഞ്ചക്കര പറയില്ലേ, ആ സാധനമാണ് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒരു പപ്പടം അതാ ഉണങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ, അതേലും പെട്ടതാ സാരില്ല. പിന്നെ അതൊരു നാരങ്ങയുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ ബോക്സ് അങ്ങനെ പുറത്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ബോക്സ് ഇതാണ്. നമ്മുടെ വെജിറ്റബിൾ ബോക്സ് ഇതാണ് കേട്ടോ. വലിയ ബോക്സ് ആണ്, നിറയെ സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. പച്ചക്കറി ഇഷ്ടം പോലെ ഇടാം. പിന്നെന്താ ഉള്ളത്, അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിലത്തെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ ഇതിലത്തെ ട്രേകളൊക്കെ ആദ്യം നമുക്ക് എടുത്തിട്ട് കഴുകാം കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ എല്ലാം ഊരിയെടുത്തിട്ട് അപ്പൊ കഴുകിയിട്ട് കൈയോടെ ഫിറ്റ് ചെയ്യട്ടോ. അല്ലെങ്കിൽ അപ്പൊ നമുക്ക് ഈ ഫ്രിഡ്ജിന്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, കുറെ ദിവസം നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുമ്പോ ഈ ഇതുപോലെ തൈര് പിന്നെ മാവ് ചിന്തി അതിന്റെ ഒക്കെ ഒരുമാതിരി സ്മെല്ലും കാര്യങ്ങളും, മുട്ട ചിന്തി അതിന്റെ ഒക്കെ സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സ്മെല്ലൊക്കെ പോകാനായിട്ട് നമുക്കൊരു സംഭവം റെഡിയാക്കണം കേട്ടോ. അതിനായിട്ട് വേണ്ടത് നമുക്കിതാ ഈ വിമ്മിന്റെ ലിക്വിഡ് ഇല്ലേ, അത് വേണം. പിന്നെ കോൾഗേറ്റ്, പിന്നെ ഒരു നാരങ്ങ. ഈ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ ഫ്രിഡ്ജിന്റെ സ്മെല്ല് എല്ലാം പൂർണ്ണമായിട്ട് മാറി കിട്ടും. കുറേ ദിവസത്തിന് നമുക്ക് അങ്ങനെ സ്മെല്ലൊന്നും വരാണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കോൾഗേറ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ വിമ്മിന്റെ ലിക്വിഡ് ഉണ്ടല്ലോ, അപ്പൊ അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ അത് അത്രയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒഴിക്കാം. ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ വേണം കേട്ടോ. നാരങ്ങ ഒരു പകുതി ഇതിന്റെ ഒരു പകുതി എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് നാരങ്ങ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു സ്ക്രബ്ബർ വേണം കേട്ടോ, ഹാർഡ് ആയിട്ടുള്ളതല്ല. ഈ സ്പോഞ്ചിന്റെ ഇല്ലേ അതുണ്ടെങ്കിൽ അത് മതി. പക്ഷെ എനിക്കിപ്പോ അതില്ലാത്തത് ഞാൻ പച്ച സ്ക്രബ്ബർ ഇല്ലേ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനെല്ലാം കൂടി നമുക്ക് ഈ പച്ച സ്ക്രബ്ബറിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ തുടക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും, നല്ല ക്ലീനും ആവും കേട്ടോ. അപ്പൊ ഈ മിശ്രിതത്തിലാണ് നമ്മൾ ഫ്രിഡ്ജ് തുടയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ പൊടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് പൊടീനെയൊക്കെ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് പുറത്തേക്ക് ഒരു തുണി കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പൊ തേങ്ങ നമ്മൾ ചിരകിയതൊക്കെ വെക്കില്ലേ, അപ്പൊ അത് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇതിനൊക്കെ എടുത്തു വെക്കാം, പുറത്തേക്ക് എടുത്തു വെക്കാം. ഈ ഗ്ലാസ് ട്രേ ഒക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ എടുക്കുമ്പോ, അല്ലെങ്കിൽ താഴെ വീണ് പൊട്ടാൻ സാധ്യതയുണ്ട്. കൈ മുറിയും കേട്ടോ. അത്ര മൂർച്ചയൊന്നും കാണാനില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം നല്ലത്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ട്രേ 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 ട്രേ ആണ് ഉള്ളത്. അപ്പൊ അതെല്ലാം ഞാൻ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ട്രേകളൊക്കെ ആദ്യം ഒന്ന് എടുത്തു വെക്കാം കേട്ടോ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിത് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ആദ്യം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അഴിച്ചു വെക്കാം. ഇനി ഇതെല്ലാം തേച്ച് വൃത്തിയായി കഴുകണം കേട്ടോ. അപ്പൊ അതവിടെ പൊടിയൊക്കെ എന്തൊക്കെയോ ചിന്തിയുണ്ട്. അപ്പൊ അതെല്ലാം ആദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇതുകൊണ്ടൊന്ന് ഇതെല്ലാം അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നല്ല മണമാണ് കേട്ടോ. ഈ വിം ലിക്വിഡും പിന്നെ നമ്മൾ കോൾഗേറ്റും പിന്നെ നാരങ്ങയൊക്കെ കൂടി ചേർത്തിയപ്പോഴില്ലേ നല്ലൊരു മണമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ടയൊക്കെ പൊട്ടിയിട്ട് ചിലപ്പോ ഫ്രിഡ്ജിലൊക്കെ ആയിട്ടുണ്ടാവില്ലേ, അതുപോലെ തന്നെ മാവ് ചിന്തിയതോ തൈരോ പാലോ എന്തെങ്കിലും ചിന്തിയതിന്റെ ഒക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ തുടക്കുകയാണെങ്കിൽ നന്നായി ക്ലീൻ ആവും, നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ. ഇതെല്ലാം അവിടെ നമുക്ക് ഇതുകൊണ്ട് ഒന്ന് തേച്ച് ഇതുപോലെ ഒന്ന് സോപ്പില്ലേ അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലിക്വിഡ് എല്ലാം അവിടെ ഒന്ന് ആവണ പോലെ നന്നായി ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആ ലിക്വിഡ് കൊണ്ട് എല്ലാം അവിടെ ഒന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല മണമുണ്ട് കേട്ടോ. ഈ വിമ്മും പിന്നെ നാരങ്ങയും പിന്നെ അതുപോലെ തന്നെ കോൾഗേറ്റും മിക്സ് ചെയ്ത് ഈ ലിക്വിഡ് വന്നിട്ട് നല്ല മണമുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാം അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. അപ്പൊ മുട്ടയുടെ മണം അതുപോലെ ഒരുമാതിരി സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ചിന്തി, ആ മണമൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ്. അപ്പൊ എല്ലാവരും പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ.
അപ്പൊ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം. കാണുന്നുണ്ടോ? ഞാൻ സ്പീഡിലാക്കാനുള്ളതാണ്. കുറച്ച് നേരം എടുക്കും. അപ്പൊ നമ്മൾ ആ ലിക്വിഡ് ഉപയോഗിച്ച് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് അതിനെല്ലാം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഒരു നനഞ്ഞ തുണി കൊണ്ട് അതെല്ലാത്തിനും ഒന്ന് നന്നായിട്ട് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പൊ നമ്മൾ ഒരിക്കൽ തുടച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതിന് പിഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ 2 പ്രാവശ്യം നനഞ്ഞ തുണി പിഴിഞ്ഞ് തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയ തുണി കൊണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തുടയ്ക്കാം കേട്ടോ. അപ്പൊ ഈ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് പോയി, വെള്ളമൊക്കെ കുറച്ച് നമ്മൾ തുടച്ചതിന്റെ വെള്ളമൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഒരു ഉണങ്ങിയ തുണിയും കൊണ്ടും കൂടി തുടച്ചാൽ ഫ്രിഡ്ജ് ക്ലീൻ ആയിട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ഏകദേശം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ട്രേകളൊക്കെ ഓരോന്നായിട്ട് ആ ലിക്വിഡ് ഉണ്ടല്ലോ അതിൽ നമുക്ക് ഇതെല്ലാം തേച്ച് കഴുകിയിട്ട് തുടച്ച് ഇതിൽ വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ഇതാ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധനങ്ങളും പിന്നെ ആ ട്രേകളൊക്കെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാം കേട്ടോ അതില്. അപ്പൊ നമ്മൾ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ട്രേകളൊക്കെ നമുക്ക് ആ ലിക്വിഡിൽ ഒന്ന് കഴുകിയിട്ട് വെക്കാം കേട്ടോ. ട്രേകളൊക്കെ ഈ സോപ്പ് വെള്ളത്തിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പൊ ഇത് അതിൽ കഴുകുമ്പോ തന്നെ നല്ല മണമുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്കിത് ഈ ട്രേകളൊക്കെ ഇതുപോലെ ഒന്ന് ലിക്വിഡില് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ നല്ല സൂക്ഷിച്ച് വേണം കേട്ടോ അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മെല്ലെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ഇതാ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ട്രേകളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ മുട്ടയുടെ ട്രേ അതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ എല്ലാവിടെയും നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ. ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇതാ മറ്റേ വെജിറ്റബിൾ ബോക്സ് എല്ലാം വൃത്തിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ അതുപോലെ ഒന്ന് വെക്കാം കേട്ടോ. പഴയ സാധനങ്ങളൊക്കെ ഈ സമയത്ത് നമുക്ക് കളയാം. എല്ലാം കളഞ്ഞ് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ അതാ അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഇതുപോലെ വിം ലിക്വിഡും അതുപോലെ തന്നെ കുറച്ച് കോൾഗേറ്റും നാരങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്രിഡ്ജൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ക്ലീൻ ആയി കിട്ടുന്നതാണ്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ എല്ലാവരും ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാം ക്ലീൻ ആക്കി കഴുകി കഴിഞ്ഞു. പിന്നെ വൃത്തിയാക്കി പിന്നെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഇതെല്ലാം അടുക്കായിട്ട് അപ്പൊ ഇതെല്ലാം അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ബാഡ് സ്മെല്ലും ഇല്ല. നല്ല അടിപൊളിയായിട്ട് നല്ല വിമ്മിന്റെയും നാരങ്ങയുടെ ഒക്കെ ഒരു മണമാണ് കേട്ടോ ഫ്രിഡ്ജ്. അപ്പൊ നമ്മൾ വെജിറ്റബിൾസ് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ടുണ്ട്. ബാക്കി വേസ്റ്റ് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കളഞ്ഞു ക്ലീൻ ആക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുറെ ദിവസത്തേക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കേണ്ട പണിയില്ല. അപ്പൊ അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഫ്രിഡ്ജ് ക്ലീൻ ആക്കുമ്പോ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയായിരിക്കും. ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. നമുക്ക് തന്നെ അത് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ. നല്ല വൃത്തിയായി കാണുമ്പോ തന്നെ. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ഒരു വഴിയായിട്ടോ. കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. വേസ്റ്റ് സാധനങ്ങളൊക്കെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടോ. നല്ല വൃത്തിയായത് കൊണ്ട് തന്നെ മറ്റേ എന്താ പറയാ ലിക്വിഡും പിന്നെ കോൾഗേറ്റും നാരങ്ങയും എല്ലാം കൂടി പിഴിഞ്ഞെടുത്ത ആ സംഭവം കൊണ്ട് തന്നെ വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടാ. നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.
അപ്പൊ നല്ല സ്മെല്ലായിരിക്കും. ഇനി ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറെ ദിവസത്തേക്ക് ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5-6 മാസം വരെ ക്ലീൻ ആയിട്ട് നമ്മൾ ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയത് കൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും. ഇപ്പൊ എന്തെങ്കിലും ചിന്തിയാൽ തന്നെ കൈയോടെ തുടച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ ലിക്വിഡും തുടച്ചത് കൊണ്ട് തന്നെ ആ ബാഡ് സ്മെല്ല് അങ്ങനെ ഫ്രിഡ്ജിൽ നിൽക്കില്ല. അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.